ഹായ് ഗൈസ്, നോ ടെയിൽ ടു ടെൽ കേഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡ് നോക്കിയാലോ. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലീ സിയോളിനെ ഷൂട്ട് ചെയ്തതാർന്നല്ലോ. സോ അവനെ കൊണ്ട് ഇപ്പൊ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല എല്ലാവരെയും വിളിച്ച് കെഞ്ചി പറയുന്നുണ്ട് അവനെ രക്ഷിക്കണം, വിട്ടുകൊടുക്കരുതെന്ന്. അപ്പോഴാണ് ഇതേ BP ലോ ആയിട്ട് വരുന്നു. അങ്ങനെയാണ് ഓപ്പറേഷനും കയറ്റിയത്. പുറത്തവൾ അവന് വേണ്ടി കരഞ്ഞു കാത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കെട്ടിയതിപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുകയാണ്. സിയോക്കിന്റെ ചെക്കപ്പ് ടൈമിൽ അവന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയല്ലോ. ആ ടൈം യൂനോയുമായി അവനൊരു ഡീല് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ആ ഫോക്സ് ബീഡ് അവനെയാണ് സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത്. അതും വിശ്വസിച്ച് ഏൽപ്പിച്ച് കൈമാറുമ്പോ അവനും ആദ്യമൊക്കെ ഡൗട്ട് ആയിരുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഇത് തട്ടിയെടുത്ത എന്താവും എന്നൊക്കെ. പക്ഷെ അവളാണ് പറഞ്ഞത്, എല്ലാവർക്കും ഈ ബോക്സിനുള്ളിലെ ഫോക്സ് ബീഡ് ഒന്നും വിസിബിൾ ആവില്ല, കാഴ്ചക്ക് വരുന്ന ഒരു വുഡൻ ബോക്സ് മാത്രമായിരിക്കും ഇത്. അവൻ ആ ബോക്സും പിടിച്ച ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് ടിവിയിൽ സിയോളിന്റെ ന്യൂസ് കാണുന്നത്. 9 വർഷം മുന്നേ സാക്ഷി പറഞ്ഞ് തന്നെ ജയിലിലേക്ക് അയച്ച ആളെ ലീ ആണെങ്കിൽ അറ്റാക്ക് ചെയ്തു, വെടിവെച്ചു. സിയോളിന് എന്തോ ആപത്ത് പറ്റിയെന്നുള്ളത് സിയോക്ക് ന്യൂസ് വഴി അറിഞ്ഞായിരുന്നു. അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല. 6 മണിക്കൂർ എടുത്ത ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവാൻ, എന്ന ബ്ലീഡിംഗ് ഇതുവരെ നിന്നിട്ടുമില്ല. അവൻ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാന്ന് ഡോക്ടർ വന്ന് യൂൻഹാൻ അറിയിക്കും. വാർഡിലേക്ക് മാറ്റിയിട്ടും ബോധം വന്നിട്ടില്ല. അവൾക്ക് വേണ്ടി അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടു നിൽക്കാൻ ഇവൾക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. എന്ത് ചെയ്യും, എന്തെങ്കിലും വഴിയുണ്ടോന്നാണ് ആലോചിച്ച് നിൽക്കുക. അപ്പൊ അവിടേക്ക് സിയോക്ക് വരും. അവന് ഭയങ്കര ടെൻഷനാണ്. തന്റെ കൂട്ടുകാരനെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ അവനും പറ്റില്ല. നിന്റെ അടുത്ത സുഹൃത്തിലെ ആ ഒരു എയ്റ്റൈൽഡ് ഫോക്സാ, അവളെവിടെ, അവളെ വിളിക്കുക. സിയോളിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഇല്ല, മരണത്തെ തടയാനുള്ള പവർ ഒന്നും അവൾക്കില്ല. പക്ഷെ നിനക്ക് സഹായിക്കാൻ പറ്റും, ഒരു വഴിയുണ്ട്. അവളുടെ കയ്യിൽ ഇപ്പൊ സച്ചിൻ ബ്ലേഡ് ആണുള്ളത്. ഇത് അവൾക്ക് നേരെ തന്നെ പ്രയോഗിച്ച അവളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായ അവളുടെ പവേഴ്സ് വെച്ച് എന്തൊക്കെ നടന്നോ അതെല്ലാം തന്നെ പഴയ അവസ്ഥയിലേക്ക് മാറും. സിയോളുടെ വിധിയും നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അവനിപ്പോ മരിച്ചു പോവാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. കാര്യങ്ങളെല്ലാം പറയുമ്പോ അവനും അതേപറ്റിയാണ് ആലോചിക്കുന്നത്. വേറെ വഴിയൊന്നും ഇല്ല. അതുകൊണ്ട് ആ കാര്യം അവൻ തന്നെ ചെയ്തു. ഇങ്ങനൊരു അവസാനം അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല. സിയോക്കിന്റെ കയ്യിലാണ് സച്ചിൻ ബ്ലേഡ് ഉള്ളത്. യൂനോയുടെ ബ്ലഡ് ആണ് അവിടെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങളെല്ലാം സംഭവിച്ചു തുടങ്ങി. പക്ഷെ ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഫോക്സ് ബീഡിന് കൂടുതൽ ശക്തി കിട്ടി. 8-tailed ഫോക്സ് ആയിരുന്ന ജിയോം ഒറ്റയടിക്ക് 9-tailed ഫോക്സ് ആയി മാറി. അവൾക്കിപ്പോ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ യുൻഹോയി ചെയ്ത ഈ നല്ല കാര്യം ഉണ്ടല്ലോ, അതുവഴി സ്പിരിച്വൽ പവേഴ്സ് എല്ലാം തന്നെ കൂടുതലായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത്. വിധി മാറി. സിയോളാണ് അവളുടെ അടുത്ത്. ആ ഒരു സച്ചിൻ ബ്ലേഡ് ആണ് അവന്റെ കയ്യിലും. അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോ പെട്ടെന്ന് അവന് റിയാക്ട് ചെയ്യാനും പറ്റിയില്ല. ഞാനാണ് ഇത് ചെയ്തേ, അവനവളെ കയ്യിൽ കോരിയെടുക്കും. നീയല്ല, നിനക്ക് വേണ്ടി ഞാനാണ് ഇത് ചെയ്യിപ്പിച്ചത്. വേറെ വഴിയില്ലായിരുന്നോ. പക്ഷെ എനിക്കിപ്പോ സന്തോഷമുണ്ട്, നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലേ. അവള് വേറൊരു ലോകത്തേക്ക് യാത്രയാവാൻ പോവാണ്. സിയോളാണെങ്കിൽ ആഗ്രഹിച്ചത് അവളുടെ കൂടെയുള്ള ഒരു നോർമൽ ലൈഫും. ഞാൻ പോകുന്നതിന് മുമ്പ് ഞാനായിട്ടുള്ള എല്ലാ ഓർമ്മകളും മായ്ക്കാൻ എന്റെ ഇപ്പൊ പവേഴ്സ് ഒന്നുമില്ല. പക്ഷെ നീ എല്ലാം മറന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറഞ്ഞ അവള് പോയി. അവന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് മറിഞ്ഞു പോയ നിമിഷം ശരിക്കും ഒറ്റയ്ക്കായത് അവനാണ്. 9-tailed ഫോക്സിന്റെ മരണത്തിന് ശേഷം 3 നദികൾ താണ്ടി വേണം സ്വർഗത്തിലെത്താൻ. എന്നാൽ ആ സ്ഥലത്ത് പോയി പേമാരിയാണ്. നിർത്താതെ പെയ്യുന്ന മഴ അവളുടെ ആ യാത്ര മുടക്കി. ദിവസങ്ങൾ കടന്നുപോയി. അവളാണെങ്കിൽ അവിടെ അവനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ഇതായിരിക്കും അവൾക്കുള്ള ശിക്ഷ. കെട്ടിയിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം സിയോൾ ഇപ്പൊ 4th ഡിവിഷൻ ടീമിൽ നിന്ന് 2nd ഡിവിഷൻ പ്ലെയർ ആയിട്ട് മാറി. അവന്റെ സ്കില്ലെല്ലാം വെച്ച് അവൻ ഇനിയും വളരാനാണ് ചാൻസ്. പിന്നെ യുൻഹയുടെ പവേഴ്സ് വഴി നഷ്ടം സംഭവിച്ച ചിലർക്കൊക്കെ പുതിയ ലൈഫ് കിട്ടി. അവരിപ്പോ സന്തോഷത്തിലാണ്. ലീ പണ്ട് കൊന്നായിരുന്ന ആളില്ലേ, അവന്റെ ലൈഫും മാറി. മകളെ അബ്രോഡൊക്കെ വിട്ട് പഠിപ്പിച്ചു. അവൾ 1ാം റാങ്ക് തേടി തിരികെ വരുമ്പോ കയ്യിലുള്ളത് ബെസ്റ്റ് ഫുട്ബോളറായ സിയോളിന്റെ ഓട്ടോഗ്രാഫും മേടിച്ചുകൊണ്ടാണ്. സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കൊന്നും ഇവൾക്ക് പോകേണ്ട വന്നില്ല. സിയോളിന്റെ മാനേജറായി. അവനിപ്പോ 2nd ഡിവിഷനിലെ പ്ലെയർ ആയിട്ട് ഫസ്റ്റ് കോമ്പറ്റീഷൻ ജയിച്ചിട്ട് പോലും ഒരു സന്തോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് അവൾക്കും. ആ ഒരു പേമാരി ഇതുവരെ അവസാനിച്ചിട്ടും ഇല്ല. അവളുടെ കണ്ണീരും. യുൻഹോ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അവള് ലൈഫിൽ ചെയ്ത മിക്ക കാര്യങ്ങളും തെറ്റായിരുന്നു. അതെല്ലാം റിയലൈസ് ചെയ്തിരുന്ന് കരയുമ്പോ സ്പിരിച്വൽ കോഡ് വരുന്നുണ്ട്. അവളുടെ പരീക്ഷണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. വീണ്ടും വർഷങ്ങൾ കടന്നു പോവാണ്. ഇപ്പൊ 9 വർഷങ്ങൾക്ക് ശേഷം സിയോക്കിനെയാണ് കാണിക്കുന്നത്. അവന്റെ ലൈഫും മാറി. അവനിപ്പോ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ബിസിനസ്സിലൊക്കെയാണ് ശ്രദ്ധ. സിയോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ റെസ്റ്റോറന്റിലേക്ക് വരും. അവർക്ക് 2 പേർക്കും ആ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ കോമഡിയാണ്. കാരണം സിയോക്കിന്റെ അച്ഛന്റെ അതിയായ ആഗ്രഹമായിരുന്നു അവനൊരു ഫുട്ബോളർ ആക്കണമെന്ന്. എന്നാൽ അവന്റെ പാഷൻ ഇപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്. അവനൊരു ഷെഫായി മാറി. മാത്രമല്ല നല്ലൊരു ബിസിനസ്മാനും കൂടെയാണ്. സന്തോഷമുള്ള ലൈഫ്, ഒരു റിഗ്രറ്റും ഇല്ല ലൈഫിൽ. നമ്മുടെ സിയോളാണെങ്കിലോ ഇപ്പോഴും യോൻഹോനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അവൻ ഇതുവരെ അവളെ മറക്കാനായിട്ടില്ല. സിയോക്ക് അഡ്വൈസ് കൊടുക്കുകയാണ്. അവളല്ലേ ലാസ്റ്റത്തെ ആഗ്രഹമായിട്ട് അവളെ മറക്കണമെന്ന് പറഞ്ഞ, അപ്പൊ നീ
അത് അനുസരിക്കുക. അവളും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. സിയോളിനാണെങ്കിൽ അതിപ്പോ ഒട്ടും പറ്റാതായിട്ടുണ്ട്. കാരണം ഈയിടെയായിട്ട് അവളുടെ പ്രസൻസ് അവനെ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ എന്റെ കൂടെ ഉള്ളത് പോലെയാണ് തോന്നുക, എപ്പോഴും എന്നെ സംരക്ഷിക്കുന്നത് പോലെ. ഒരുപാട് ഇൻസിഡൻസ് അവന് പറയാനുണ്ട്. അന്ന് ഫുട്ബോൾ കളിച്ചപ്പോ എന്റെ കാലൊടിഞ്ഞായിരുന്നില്ലേ, ഡോക്ടർ പറഞ്ഞത് 6 മാസം വേണമെന്നാണ്. പക്ഷെ എനിക്ക് വേറെ 2 ആഴ്ച കൊണ്ട് ശരിയായില്ലേ, അതെങ്ങനെ സംഭവിച്ചു? അതെല്ലാം നിന്റെ തോന്നലാണ്. ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്ന് അവൻ പറഞ്ഞത് ആലോചിച്ച് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് റോഡിൽ കൂടെ വാൻ വരുന്നത്. അന്ന് പൈസയൊന്നും ഇല്ലാത്ത ടൈമില് ഇവര് രണ്ടുപേരും ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചാണ് അന്ന് വീട്ടിലെത്തിയത്. അത് അവൻ ഇപ്പൊ ഓർക്കുവാണ്. അങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചു വന്നപ്പോ ഇപ്പൊ തട്ടി വീണേന്. വഴിയിൽ എന്തോ കിടക്കുന്നത് അവൻ കണ്ടില്ല. അടുത്ത നിമിഷം ആ ഒരു സ്ട്രീറ്റിലെ എല്ലാ ലൈറ്റും ഓണായി. അതും കേടായത് പോലും. ഇതൊരു 9-tailed ഫോക്സിനല്ലാതെ പിന്നെ ആർക്കാ പറ്റുക? ഇന്ന് രണ്ടിലൊന്നറിയണം. കൊറേ നേരം അവിടെ ചുറ്റി കറങ്ങി അവളുടെ പേരെല്ലാം വിളിച്ച് അലറി. അവള് വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാ വരാതായപ്പോ സങ്കടവും വന്നു. എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? ഞാൻ നിന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? അവൻ എന്തോ തീരുമാനിച്ച ആ ടെറസിന്റെ തുഞ്ചത്ത് കയറി നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. അവൻ താഴേക്ക് ചാടാനുള്ള പരിപാടി തന്നെയാണ്. പക്ഷെ എന്തോ മൈൻഡ് മാറി. തിരിച്ചിറങ്ങാൻ നോക്കിയ കാല് സ്ലിപ്പായി. ദേ അവനിപ്പോ താഴോട്ട് വീണേനെ. എന്നാൽ അതിനു മുന്നേ തന്നെ അവള് വന്നു. 9 വർഷങ്ങൾക്ക് ശേഷം താഴെയായി ജിയോമും നിൽക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവനെ മുട്ടും വഴക്കു പറയാണ്. നീ എന്തൊക്കെ അബദ്ധമായി കാണിക്കുന്നേ? ഇവിടുന്ന് വീണ് എന്തേലും നിനക്ക് പറ്റിയാർന്നെങ്കിലോ? ഞാൻ അന്നേ പറഞ്ഞതാ നിന്റെ മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്യാന്ന. ഇപ്പൊ എന്തായി നീ ചോദിച്ചാ ചെക്കൻ ഓടിപ്പോയി അവളെ ഹഗ് ചെയ്യും. അവളെ കിട്ടിയ സന്തോഷം മൊത്തം അവനിലുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ സ്പിരിച്വൽ കോഡ് തമ്മിൽ സംസാരിച്ചായിരുന്നു. എന്തിനാ അവൾക്ക് ഇങ്ങനെ ഒരു വിധിന്ന്? പ്രകൃതി ചിലപ്പോ അങ്ങനെയാണ്. അത് കഠിനമായി പരീക്ഷിക്കും. അതുപോലെ തന്നെ ദയാലുവാണ്. യുൻഹോയ്ക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കണം. അവളെ ചില കാര്യങ്ങൾ തിരിച്ചറിയിപ്പിക്കണം. അതാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഉദ്ദേശിച്ചത്. അതെന്തായാലും സംഭവിച്ചു. അപ്പൊ നീ എത്ര നാളെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ അവൾ ഇച്ചിരി കള്ളത്തരം പോലെ. ഒത്തിരി ഒന്നായിട്ടില്ല, വെറും 1 വർഷം, അത്ര മാത്രമേ ഉള്ളൂ. ചെക്കനാണെങ്കിൽ പറയാത്ത തെറിയില്ല. അവൻ അത്രയധികം അവളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ടൈമൊക്കെ ഇവളപ്പൊ കണ്ടിരുന്നു. അവള് കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് വന്ന് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും തന്നെ നീ ശ്രമിച്ചില്ലല്ലോ. നീ എന്തിനാ ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ചാ അവൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരു മനുഷ്യനായിട്ട് പോലും പ്രണയത്തിലാവരുതെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? അതേ മനുഷ്യന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യാഗം ചെയ്തു. മരിക്കാൻ തയ്യാറായി. ഇനി അതുപോലെ ഒന്നും എന്റെ ലൈഫിൽ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മനഃപൂർവ്വം വിട്ടുനിന്നത്. അപ്പൊ ഞാൻ നിനക്കൊന്നുമല്ല. എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളൊന്നും നിനക്കൊന്നുമല്ല. അവൾക്ക് ലൈറ്റായിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട്. നിന്റെ ഓർമ്മകളൊക്കെ ഞാൻ മാറ്റാൻ പോവാ. ഇനി നീ അതൊന്നും ഓർക്കാതെ ചിന്തിക്കാതെ എന്നാലും സന്തോഷമായിട്ട് ജീവിക്കുക. എന്നാൽ സിയോളിനൊരു കാര്യം നന്നായിട്ട് അറിയാം. അവൾ അത് ചെയ്യില്ല എന്ന്. അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ അവൾക്കത് എന്നേ ആവാമായിരുന്നു. അന്നൊരു പ്രോമിസ് തന്നത് നീ ഓർക്കുന്നുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ വേണ്ടി ബെസ്റ്റ് സൊല്യൂഷൻ തന്നെ നീ കണ്ടുപിടിക്കുന്ന. യോൻഹോയുടെ പ്രശ്നം എന്താന്ന് വെച്ചാ അവൾക്ക് മനുഷ്യനായിട്ട് മാറാൻ തീരെ ഇഷ്ടമല്ല. അത് മാത്രല്ല ഇവനിനി എത്ര നാൾ ആയുസുണ്ടെന്നാ? കുറച്ചു നാളല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ ഇവന് മരിച്ചു പോകും. അപ്പൊ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവനൊരു കാര്യം പറയാം. നിന്നോട് ഒരു ദിവസം പോലും ജീവിച്ചാൽ എനിക്ക് അത്രയും വർഷത്തെ സംതൃപ്തി ഉണ്ടാവും. 10 വർഷം മുമ്പ് തുടങ്ങിയ പ്രണയം എന്നിലത് ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിന്നിലും. നമ്മുടെ ജീവിതം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിലുള്ള ഈ ചെറിയ ചെറിയ നിമിഷങ്ങളാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു കാര്യം സോൾവ് ആയി. ഇന്ന് അവന്റെ ഫസ്റ്റ് ഡേറ്റിംഗ് ആണ്. ഏത് ഡ്രസ്സ് ഇടാൻ പോണേ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. കുറെ ട്രയൽ നോക്കി ലാസ്റ്റ് ഒരാണ് സെലക്ട് ചെയ്ത് അവൻ ഒരുങ്ങി അവളുടെ അടുത്തേക്ക് എത്തിയതാണ്. മാസ്ക് ഒക്കെ ഇട്ട്. അവൻ കുറച്ച് സെലിബ്രിറ്റി അല്ലേ, ആരും അറിയണ്ടെന്ന് വിചാരിച്ചു. കയ്യിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് അവൾക്ക് വേണ്ടി. അവളത് വാങ്ങി ഇവനുമായിട്ട് സംസാരിക്കുന്നതെല്ലാം ആരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ടെൻസ്ഡായി. മീഡിയാസ് ആയിരിക്കും, നമുക്ക് എത്ര പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ അവരെല്ലാവരും തന്നെ ഇവള് ബുക്ക് ചെയ്തതാണ്. എന്തിനാ? ഈ ഡേറ്റിംഗിന്റെ പിക്ചേഴ്സും വീഡിയോസും എല്ലാം തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. ഇവരെല്ലാവരും ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. അന്ന് വിധി മാറിയ ടൈമിൽ അവൾ എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ മാഞ്ഞു പോയായിരുന്നു. ആകെ ഉള്ളത് ഈ ഓർമ്മകൾ മാത്രമായി. ഇനി അതുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ വരവ്. ഒരു കിസ് തന്നെയെന്ന് പറഞ്ഞാൽ സിയോക്കാണെങ്കിൽ ഭയങ്കര നാണം വരുവാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് എങ്ങനെ കൊടുക്കുക? പക്ഷെ സാരല്ല, അവരുടെ എല്ലാ മെമ്മറീസും നമുക്ക് മാച്ച് കളയാലോ എന്ന് പറഞ്ഞപ്പോ അവൻ ചെറുതായിട്ടൊരു കിസ് കൊടുത്തതാണ്. അതാണെങ്കിൽ ഇത് എങ്ങനെയായി? അല്ല അങ്ങനെ ആക്കി. മോർണിംഗ് മുതൽ നൈറ്റ് വരെ എല്ലായിടത്തും ഫോട്ടോഗ്രാഫറുടെ ശല്യം. ഒത്തിരി ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. ഇനി നമുക്ക് നമ്മുടേതായ കുറച്ച് പ്രൈവസി വേണ്ടെന്ന് ചോദിച്ചാ വേണം. എങ്ങോട്ടാ പോണ്ടത്? എന്റെ ആ മാൻഷനിലേക്ക് പോയാലോ? അതായത് യൂൻഹോയുടെ വീട്. മേഘസ്ഥ മലനിരകളിലെ ആ വീട്ടിൽ അവൾ എത്ര നാളായി എന്നറിയോ ഒറ്റയ്ക്ക്. അതുകൊണ്ട് സിയോള് കുറച്ച് അടുത്ത് വന്ന് റൊമാൻറ്റിക് ആവുന്ന ടൈമിൽ തന്നെ ജിയോം വരും. ഗെറ്റപ്പും ക്യാരക്ടറും എല്ലാം തന്നെ മാറി. കാരണം അവളിപ്പോൾ 9-tailed ഫോക്സ് ആണല്ലോ. ഇവള് വന്നിപ്പോ സിയോൾ അറിയാത്ത കുറെ കാര്യങ്ങൾ കൂടി പറയും. അവന്റെ അസുഖം മാറ്റിയത് ആരാ?
ആരാന്ന വിചാരം? അവളുടെ പവർ യൂസ് ചെയ്ത് ഓൾറെഡി തന്നെ ജിയോമിനോട് സിയോളിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു വാക്ക് അത് യോൻഹോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മതി നീ കഥകളൊക്കെ പറഞ്ഞത്, ഇപ്പൊ തൽക്കാലം ഒന്ന് പോയി തരാമോന്ന് ചോദിച്ചാ ജിയോം ഒരു സത്യം കൂടെ പറയും. ഇത്രയും നാള് സിയോളിനോർത്ത് കരയുമ്പോ ആശ്വസിപ്പിക്കാൻ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവന് തിരികെ കിട്ടിയപ്പോ എന്നെ വേണ്ടാലേ? അങ്ങനെ ആ കള്ളവും അവള് പൊളിച്ചു. അങ്ങനെ രണ്ടുപേര് സ്വസ്ഥമായിട്ടിരുന്ന് കഥകളൊക്കെ പറയുമ്പോ ആ ഷമാൻ ജങ് എവിടെ? ആള് മരിച്ചു എന്ന് ചോദിച്ചാ അവനും കിട്ടിയ ഒരു സെക്കൻഡ് ചാൻസ് 9 വർഷം എക്സ്ട്രാ കിട്ടി. എന്നാൽ അവന്റെ മനസ്സിന് മാറ്റമൊന്നും വന്നില്ല. അവനത് മുതലെടുക്കാനാണ് ശ്രമിച്ചത്. ആ ഒരു വജ്ര ബെല്ലായിട്ട് നേരെ പോയത് എങ്ങോട്ടാ? നമ്മുടെ ജിയോമിന്റെ വീട്ടിലേക്ക്. ആ ബെല്ല് യൂസ് ചെയ്ത് അവളെ പിന്നെ അടിമയാക്കാൻ നോക്കിയ അവളിപ്പോ 9 ടൈൽഡ് ഫോക്സ് അല്ലേ? തേച്ചടി ഓൺ ദ സ്പോട്ടിൽ കിട്ടി. ജസ്റ്റ് ഒന്ന് വിരൽ ഞൊടിച്ചതേ ഉള്ളൂ. അവന് വേണ്ടി ദാഹിച്ചിരുന്ന ഗോസ്റ്റസ് എല്ലാം തന്നെ അവൻ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിച്ചു. നരകിച്ചാണ് അവൻ മരിച്ചത്. അപ്പോ ലിയോ അവന്റെ കയ്യിലിരിപ്പ് കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട വന്നില്ല. ജയിലിൽ തന്നെ ലാസ്റ്റ് എത്തിയാള്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും തന്നെ സന്തോഷത്തിലാണ്. അവൾക്കിപ്പോ ഒരു ഫ്യൂച്ചർ വിഷൻ വരുവാണ്. സിയോള് മരിക്കും. ഇപ്പോഴൊന്നുമല്ല, ഒരു 90 വർഷം കഴിഞ്ഞിട്ട്. അതുവരെ യുൻഹോയുടെ കൂടെ ഉണ്ടാവും. സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവെച്ച് അവര് ജീവിക്കും. എന്നാൽ അവൻ മരിക്കുന്നറിയുമ്പോ കുറച്ച് സങ്കടമൊക്കെ തന്നെയാണ്. പക്ഷെ അതാണ് വിധി. അതിനെ മറികടക്കേണ്ട കാര്യമില്ല. ആ വിധിയിലും ചിലപ്പോ മാറ്റമൊക്കെ വരാം. കാരണം സിയോളിനെ കണ്ടപ്പോ ഒരു ഫ്യൂച്ചർ വിഷൻ വന്നില്ലേ? അതും ചേഞ്ച് ആയി. അതുപോലെ തന്നെ ഈ വിഷയം മാറി മറിയാവുന്നതേ ഉള്ളൂ. കിട്ടിയത് വേറൊരു സ്ഥലം. ഈ ഐലൻഡ് ഓർമ്മയുണ്ടോ? പണ്ടിത് വാങ്ങാൻ പൈസ ഇല്ലാത്ത കാരണത്താലാണ് അവള് ലീനെ സഹായിച്ചതും ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. അങ്ങനെ ഒരു 9 ടൈൽഡ് ഫോക്സിന്റെ കൂടെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തന്നെ ഉണ്ടാവുന്നത്. ഈ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഡ്രാമയ്ക്ക് റേറ്റിംഗ് ഭയങ്കര കുറവാണ്. എന്നാലും എനിക്കിതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമായി. സോ നമുക്ക് അടുത്ത ഡ്രാമയായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.